എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് ചെമ്മനാട് കരീക്കാട്ടിൽ KC പൗലോസ് എന്ന മനുഷ്യൻ നാടും നഗരവും വിട്ട് കുടിയേറ്റ കർഷകന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള പാലക്കാടിന്റെ മണ്ണിലേക്ക് ചേക്കേറുന്നു. കൽക്കണ്ടിയിൽ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ കഠിനാധ്വാനത്തിന്റെ കരുത്തുകൊണ്ട് കനകം വിളയിച്ച് തെറ്റില്ലാത്ത സാമ്പത്തിക ഭദ്രത കൈവരിച്ചു. കയ്യിലെത്തിയ പണത്തിന്റെ നല്ലൊരു പങ്കും അതിരുവിട്ട ലഹരി വിഴുങ്ങി, ഒപ്പം തന്റെ ജീവിതവും. എല്ലാം അവസാനിപ്പിക്കാൻ മരണമെന്ന ഒളിയിടത്തിലേക്ക് ചേക്കേറാൻ ആത്മഹത്യയുടെ വഴി തേടിയ നാളുകൾ. എങ്കിലും കുടുംബസ്നേഹിയായി മനുഷ്യൻ മക്കളെയും കുടുംബിനിയെയും അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട് തനിയെ പോകാനും തന്റെ സുബോധ മനസ്സ് അനുവദിച്ചില്ല. പാലക്കാടിന്റെ അതിർവരമ്പുകളെ സുവിശേഷത്തിന്റെ ഉജ്ജ്വല ശബ്ദം കൊണ്ട് മുഖരിതമാക്കാൻ സുവിശേഷ വിപ്ലവത്തിന്റെ വിളംബരവുമായി ഒരു സംഘം സുവിശേഷകർ അവിടെയെത്തി. മനുഷ്യ മനസ്സിൽ മാറ്റത്തിന്റെ ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന വചനശക്തി പൗലോസ് എന്ന മദ്യപാനിയുടെ മനസ്സിനെ സ്വാധീനിച്ചു. അതൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. കരീക്കാട്ടിൽ പൗലോസ് മാനസാന്തരപ്പെട്ടിരിക്കുന്നു. ഒരു നാടിന് വിശ്വസിക്കാനാവാത്ത മാറ്റം. മണ്ണിൽ കനകം വിളയിച്ച മനുഷ്യൻ സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന നിയോഗം ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ നിന്നുമാണ് കൽക്കണ്ടി എന്ന മലയോര മേഖലയിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് പ്രവർത്തനം ഉണ്ടാകുന്നത്. അതെ, കരീക്കാട്ടിൽ പൗലോസ് തന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ മറ്റൊരു പൗലോസായി മാറിയിരിക്കുന്നു. ഉള്ളിൽ കയറിയ ആത്മശക്തി കൊണ്ട് അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടി, സഭയെ വളർത്തി. ചുരം താണ്ടിയെത്തുന്ന കർത്തൃദാസന്മാർക്ക് സാമ്പത്തിക കൈത്താങ്ങായി. ഒപ്പം ദൈവം തന്ന തലമുറകൾക്ക് മുൻപിൽ നേരിന്റെ പാത വെട്ടിത്തെളിച്ച് അവരെ സത്യത്തിലേക്ക് നയിച്ചു. അങ്ങനെ തന്റെ രണ്ടാൺമക്കൾ നിത്യതയുടെ വിത്ത് ചുമക്കുന്ന സുവിശേഷത്തിന്റെ പ്രചാരക ശക്തിയായി. മക്കളെക്കാൾ കരുത്തന്മാരായ കൊച്ചുമക്കൾ തനിക്കുണ്ടായി. സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും പിതാമഹന്റെ പാത പിന്തുടരുന്ന ഇന്നിന്റെ പകരക്കാർ. അവരുടെ ആത്മീക ജീവിതത്തിന്റെ പരിസരങ്ങളെ സ്വാധീനിച്ച ബിംബമായി തങ്ങളുടെ വല്യപ്പച്ചൻ ഇന്നും അവരുടെ ഊർജ സ്രോതസ്സായി. താൻ തെളിച്ച പാതയിലൂടെ തന്റെ രണ്ടാം തലമുറയും വചനവാഹകരായി. മറ്റുള്ളവരാകട്ടെ സമ്പത്ത് കൊണ്ട് ദൈവവേലയെ കൈത്താങ്ങി. പാസ്റ്റർ ജോഷി, ജോജി, ജോബി, അനീഷ്, അജീഷ്, ആ പിതാമഹന്റെ കാഴ്ചപ്പാടുകളെ നെഞ്ചിലേറ്റിയവർ. അവരുടെ കുടുംബിനികൾ, മക്കൾ, കൊച്ചുമക്കൾ. തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പെന്തക്കോസ്തിന്റെ തീനാളം കൈമാറാൻ ആ പിതാവിന് കഴിഞ്ഞിരിക്കുന്നു. സുവിശേഷത്തിന്റെ രണഭൂമിയിൽ തന്റെ പടവാളിന്റെ വായ്ത്തല ഒടിയാതെ ആ പോരാളി ഇവിടെ ചരിത്രമാകുന്നു. നാടിനെ നടുക്കുന്ന ഹല്ലേലൂയ ശബ്ദം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പൈശാചികത്തെ വിറപ്പിക്കുകയും ചെയ്ത ഒരു വേറിട്ട ആരാധകൻ ക്രിസ്തുവിന് എണ്ണത്തിൽ കുറഞ്ഞിരിക്കുന്നു. ഒളിമങ്ങാത്ത ഓർമ്മകൾ സമ്മാനിച്ച് വൃദ്ധനും കാലസമ്പൂർണനുമായി കാലത്തിന്റെ യവനികയിലൂടെ കർത്തൃകരങ്ങളിലേക്ക് വിലയം പ്രാപിച്ച പ്രിയ പിതാവിന് പ്രത്യാശ നിർഭരമായ അശ്രു പ്രണാമം.